ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ തിരുപ്പതി ക്ഷേത്രത്തിൽ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങൾക്ക് പിന്നിലെ സത്യങ്ങൾ ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു. ഭക്തർക്കോ ഇവിടുത്തെ പൂജാരിമാർക്കോ അതൊന്നും ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. കേരളത്തിൽ നിന്നടക്കം നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രമാണ് തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപമായ ശ്രീ വെങ്കടേശ്വരനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിലെ ആചാരങ്ങളും ചരിത്രവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഭക്തരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. എന്നാൽ പലർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് ഇവിടെ. വർഷങ്ങളായി ചുരുളഴിയാതെ കിടക്കുന്ന ആ രഹസ്യങ്ങളെ കുറിച്ച് ആരും അന്വേഷിച്ചു പോകാറുമില്ല. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കളടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ എത്തിക്കുന്നത് തിരുപ്പതിയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതുവരെ അത് ക്ഷേത്രാധികാരികൾ പുറത്തു വിട്ടിട്ടുമില്ല. പുറത്തു നിന്നൊരാൾ ഈ ഗ്രാമത്തിൽ ഇതുവരെ എത്തിപ്പെട്ടിട്ടുമില്ല. പൂക്കൾ, നെയ്, പാൽ, തൈര്, ഇലകൾ എന്നിവയാണ് പേരറിയാത്ത ഈ ഗ്രാമത്തിൽ നിന്നും തിരുപ്പതിയിലെത്തുന്നത്. ശ്രീകോവിലിനുള്ളിലെ വെങ്കടേശ്വരന്റെ പ്രതിഷ്ഠ മധ്യഭാഗത്താണുള്ളതെന്ന് ദർശനം നടത്തുമ്പോൾ നമുക്ക് തോന്നും. എന്നാൽ സാങ്കേതികമായി ഇത് മധ്യഭാഗത്തല്ല. ശ്രീകോവിലിന്റെ വലത്തേ അറ്റത്തായാണ് പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മധ്യഭാഗത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ നമുക്ക് തോന്നുകയും ചെയ്യും. ബാലാജിയുടെ പ്രതിഷ്ഠയിൽ കാണുന്ന തലമുടി ശരിക്കുമുള്ള തലമുടിയാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം. ഇതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. ഭൂമിയിൽ വെച്ച് ബാലാജിക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയും ആ സംഭവത്തിൽ ഭഗവാന്റെ തലമുടിയുടെ കുറച്ചു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നീലദേവി എന്ന രാജകുമാരി തന്റെ തലമുടിയുടെ കുറച്ചു ഭാഗം മുറിച്ച് ഭഗവാന് സമർപ്പിച്ചു. ബാലാജി ഇത് സ്വീകരിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴും തിരുപ്പതിയിൽ വിശ്വാസികൾ തലമുണ്ടനം ചെയ്യുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിലൂടെ ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വിഗ്രഹം ഇരിക്കുന്നതിന് പിന്നിലെ ചുവരിൽ ചെവിവെച്ചാൽ കടൽ തിരമാലകളുടെ ശബ്ദം കേൾക്കാനാകുമെന്നതാണ് മറ്റൊരു വിശ്വാസം. ശക്തിയായി ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് അത്രേ. എന്നാൽ ഇതിന് പിന്നിലെ രഹസ്യവും ആർക്കും അറിയില്ല. തിരുപ്പതി വെങ്കടേശ്വരന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മൺചിരാതൊരിക്കലും കെടാറില്ല എന്നതാണ് മറ്റൊരു സത്യം. ഈ വിളക്ക് ആരാണ് തെളിയിച്ചതെന്നോ എപ്പോഴാണ് തെളിയിച്ചതെന്നോ ആർക്കും നിശ്ചയവുമില്ല. എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു മൺചിരാതാണിത്. രാവിലെ നടക്കുന്ന വിഗ്രഹത്തിന്റെ പുറത്തെഴുന്നള്ളിപ്പിൽ വിഗ്രഹത്തിന് നേരെ ഭക്തർ പൂക്കൾ എറിയാറില്ല. ഇതിനു പകരം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും പൂക്കൾ എറിയുക. ഈ പൂക്കൾ അവിടെ നിന്ന് 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഏർബാഡ് എന്ന സ്ഥലത്ത് ഒഴുകിയെത്തുന്നു എന്ന് പറയപ്പെടുന്നു. തിരുപ്പതിയിലെ വെങ്കടേശ്വരന്റെ വിഗ്രഹത്തിന് പിന്നിൽ എപ്പോഴും നനവാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം. ഇത് എന്തുകൊണ്ടാണെന്നും ആർക്കും അറിയില്ല. വെള്ളം തുടച്ചു മാറ്റാൻ ഇതിനായി പ്രത്യേകം ആൾക്കാരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു പുറമെ വിഗ്രഹത്തിന് കേടുപാടുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു സംഭവം. കർപ്പൂരം ഏത് കല്ലിൽ പുരട്ടിയാലും കല്ലിൽ വിള്ളലുകൾ വരുമെന്നത് ശാസ്ത്രീയമായി തെളിഞ്ഞതാണ്. എന്നാൽ ഇവിടുത്തെ വിഗ്രഹത്തിൽ അത്തരത്തിൽ പൊട്ടലുകളോ വിള്ളലുകളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കർപ്പൂരവും ഭസ്മവും ഒക്കെ വർഷങ്ങളായി പൂശുന്നുണ്ടെങ്കിലും യാതൊരുവിധ കേടുപാടുകളും വിഗ്രഹത്തിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ബാലാജി വിഗ്രഹത്തിന്റെ അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്. തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് താരതമ്യേന കുറഞ്ഞ താപനിലയാണെങ്കിലും വിഗ്രഹത്തിന് എപ്പോഴും ചൂടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 110 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാണ് വിഗ്രഹത്തിന് എപ്പോഴും ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പ്രദേശം കൂടിയാണിത്. എല്ലാ ദിവസവും രാവിലെ നടക്കാറുള്ള അഭിഷേകം കഴിയുമ്പോൾ വിഗ്രഹത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാറുണ്ടെന്ന് പൂജാരികൾ പറയുന്നു. ഭഗവാന്റെ വിയർപ്പ് തുള്ളികളാണ് ഇത് എന്നാണ് വിശ്വാസം. ഈ വെള്ളം തുണി ഉപയോഗിച്ച് ഇവർ തുടച്ചു മാറ്റാറുമുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിലെ അഭിഷേക വേളയിൽ വിഗ്രഹത്തിന് പുറത്ത് ചാർത്തിയിരിക്കുന്ന തിരുവാഭരണങ്ങൾ മാറ്റുമ്പോൾ ആഭരണങ്ങളിൽ ചൂട് അനുഭവപ്പെടാറുണ്ടെന്നും പൂജാരികൾ പറയുന്നു.